Okay, dear students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സെക്കൻഡ് ചാപ്റ്ററായ കോമ്പണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. ഓക്കെ, മെയിൻ ടോപ്പിക്സ് വന്നിരിക്കുന്നത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. താഴെ ക്ലാസ്സുകളിൽ പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ ഒരുപാട് കേട്ട് പരിചയിച്ച ടേംസാണ് ഈ ഒരു ചാപ്റ്ററിൽ വന്നിരിക്കുന്നത്. ഒരു തിയറി ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഹാർഡ്വെയർ എന്ന് പറയും. ഹാർഡ്വെയർ നമുക്ക് എല്ലാവർക്കും ഒരുപാട് പരിചയമുള്ള ഒന്നാണ് ഹാർഡ്വെയർ. ഓക്കെ, ദി ഹാർഡ്വെയർ റെപ്രസെൻറ്റ്സ് ദി ടാൻജിബിൾ ആൻഡ് വിസിബിൾ പാർട്ട് ഓഫ് ദി കമ്പ്യൂട്ടർ. അതായത് കമ്പ്യൂട്ടറിൻ്റെ വിസിബിളായ പാർട്സ്, അതുപോലെ നമുക്ക് തൊട്ടറിയാൻ കഴിയുന്ന പാർട്സ്, അത്രയും പാർട്സ് എല്ലാം നമ്മൾ എന്ത് പറയും? ഹാർഡ്വെയർ എന്ന് പറയും. ഓക്കെ, വൺസ് അഗെയിൻ ദി ഹാർഡ്വെയർ റെപ്രസെൻറ്റ്സ് ദി ടാൻജിബിൾ, ഐ മീൻ ടച്ചബിൾ ആൻഡ് വിസിബിൾ, കാണാൻ പറ്റുന്ന പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഓക്കെ, ഇപ്പോൾ കമ്പ്യൂട്ടറിന് കാണാൻ പറ്റുന്നത്, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നതായ എല്ലാ പാർട്സും നമ്മൾ എന്ത് പറയും? ഹാർഡ്വെയർ എന്ന് പറയും. ഓക്കെ, ഇനി ഈ ഹാർഡ്വെയറിൽ കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ആ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് വരുന്നത് പ്രോസസ്സറാണ്. എന്താണ് പ്രോസസ്സർ? ദി പ്രോസസ്സർ ഓർ CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഇസ് ദി ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ ആണ് CPU എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, it is responsible for all computing and decision making operations and coordinate the works of computer. Okay, കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന എല്ലാ ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻസും, അതുപോലെ കമ്പ്യൂട്ടിംഗ് റെസ്പോൺസിബിലിറ്റി, അതുപോലെ എല്ലാ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ വർക്കിനെയും കോർഡിനേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ CPU ആയിരിക്കും. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് വർക്ക് ചെയ്യുന്ന, കമ്പ്യൂട്ടറിനകത്ത് ഉള്ള എല്ലാ ഓപ്പറേഷൻസിനെയും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ആരുണ്ടായിരിക്കും? പ്രോസസ്സർ ഉണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് കാൾഡ് ബ്രെയിൻ ഓഫ് ദി സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ ബ്രെയിൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നോർമൽ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോസസ്സർ ഉണ്ട്. ഇന്റൽ കോർ i3, i4, i7, AMD, കോർ, ഇതൊക്കെ നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്ന പ്രോസസ്സേഴ്സാണ്. ഓക്കെ, പ്രോസസ്സറിൻ്റെ ഇമേജ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം എന്താണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വന്നത് രജിസ്റ്റർ മെമ്മറിയാണ്. എന്താണ് രജിസ്റ്റർ മെമ്മറി? മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏരിയ നമുക്ക് വരുന്നത് മെമ്മറി എന്ന് പറയുന്നത്, കമ്പ്യൂട്ടറിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പഠിക്കുന്നത് രജിസ്റ്റർ മെമ്മറിയാണ്. എന്താണ് രജിസ്റ്റർ മെമ്മറി എന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. These are temporary fast storage location inside CPU. ഓക്കെ, CPUവിനകത്ത് വളരെ ഫാസ്റ്റായിട്ടും താൽക്കാലികമായിട്ടും ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടായിരിക്കും. ആ ഏരിയ പറയുന്ന പേരാണ് രജിസ്റ്റർ മെമ്മറി. ഓക്കെ, വൺസ് അഗെയിൻ CPUവിനകത്ത് വളരെ ഫാസ്റ്റായിട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു താൽക്കാലിക മെമ്മറി ഉണ്ട്. അതിന് പറയുന്ന പേരാണ് രജിസ്റ്റർ മെമ്മറി. ഓക്കെ, രജിസ്റ്റർ മെമ്മറി നമുക്ക് 5 ആയി ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ അക്യുമുലേറ്റർ രജിസ്റ്റർ, സെക്കൻഡ് വൺ മെമ്മറി അഡ്രസ് രജിസ്റ്റർ, തേർഡ് വൺ മെമ്മറി ബഫർ രജിസ്റ്റർ, നെക്സ്റ്റ് വൺ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ആൻഡ് ലാസ്റ്റ് വൺ പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ. ഓക്കെ, ഇത്രയും രജിസ്റ്റർ മെമ്മറീസ് ആണ് എവിടെ ഉണ്ടായിരിക്കുക? CPUവിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ അക്യുമുലേറ്റർ രജിസ്റ്റർ ആണ്. എന്താണ് അക്യുമുലേറ്റർ രജിസ്റ്റർ നോക്കാം. ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ ടെമ്പററി ആൻഡ് ഫൈനൽ റിസൾട്ട് ഓഫ് എൻ ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷന് ശേഷം താൽക്കാലിക റിസൾട്ട് ഉണ്ടായിരിക്കും, ഫൈനൽ റിസൾട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അത്തരം റിസൾട്ടിനെ താൽക്കാലികമായി സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണത് അക്യുമുലേറ്റർ രജിസ്റ്റർ. ഓക്കെ, വൺസ് അഗെയിൻ ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ അതിന് ഫൈനൽ റിസൾട്ട് ഉണ്ടായിരിക്കും, മിഡിൽ റിസൾട്ട് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഫൈനൽ റിസൾട്ടിനെയും മിഡിൽ റിസൾട്ടിനെയും താൽക്കാലികമായി സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അക്യുമുലേറ്റർ രജിസ്റ്റർ. ഓക്കെ, നെക്സ്റ്റ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ ആണ്. ഓക്കെ, ഇറ്റ് സ്റ്റോർ ദി അഡ്രസ് ഓഫ് ദി മെമ്മറി ലൊക്കേഷൻ ടു വിച്ച് ഡാറ്റ ഈസ് ഐദർ ഈസ് സ്റ്റോർഡ് ഓർ റിട്ടേൺ. ഓക്കെ, ഒരു മെമ്മറിക്കകത്ത് നമ്മൾ ഡാറ്റ റൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ,
ആ സ്റ്റോർ ചെയ്ത് കിടക്കുന്ന ഡാറ്റയുടെ മെമ്മറിയുടെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വാല്യൂ 10 എന്ന വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഒരു മെമ്മറിയിൽ. ഓക്കെ, ഈ മെമ്മറിക്ക് എന്തുണ്ടായിരിക്കും? ഒരു അഡ്രസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഓക്കെ, അപ്പം നമ്മൾ ഡാറ്റ കിടക്കുന്ന മെമ്മറിയുടെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു രജിസ്റ്റർ മെമ്മറിയാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഓക്കെ, നെക്സ്റ്റ് വൺ മെമ്മറി ബഫർ രജിസ്റ്റർ. ഓക്കെ, മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റോർ ദി ഡാറ്റ ഐദർ ടു ബി റിട്ടേൺ ടു ഓർ റീഡ് ഫ്രം ദി മെമ്മറി. ഓക്കെ, മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്തെടുക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യാൻ പോകുന്ന ഡാറ്റ, ആ ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മെമ്മറി ബഫർ രജിസ്റ്റർ. ഓക്കെ, മുകളിൽ പറഞ്ഞത് ഡാറ്റ സ്റ്റോർ ചെയ്ത മെമ്മറിയുടെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ, അതായത് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഓക്കെ, ഇനി മെമ്മറിക്കകത്ത് കിടക്കുന്ന ഡാറ്റയെ താൽക്കാലികമായി സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മെമ്മറി ബഫർ രജിസ്റ്റർ. ഓക്കെ, അപ്പൊ രണ്ട് നമ്മൾ കൺഫ്യൂഷൻ ആവരുത്, വ്യത്യാസം വരരുത്. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണ്. എന്താണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ നോക്കാം. ഇറ്റ് സ്റ്റോർ ദി ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. എന്തൊരു ഓപ്പറേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും. ആ ഇൻസ്ട്രക്ഷനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. വൺസ് അഗൈൻ, ഓപ്പറേഷന് വേണ്ടി നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്, ആ ഇൻസ്ട്രക്ഷനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ വരുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമാവില്ല, ഒന്നിലധികം ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ പിന്നീട് വരാൻ പോകുന്ന അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണോ അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ. ഓക്കെ, അതായത് അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണോ വരാൻ പോകുന്നത് അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ. ഓക്കെ, ഇത്രയാണ് രജിസ്റ്റർ മെമ്മറീസ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് മദർ ബോർഡ്. എന്താണ് മദർ ബോർഡ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് എ ലാർജ് പ്രിന്റർ സർക്യൂട്ട് ബോർഡ്. ഇതൊരു വലിയ പ്രിന്റർ സർക്യൂട്ട് ബോർഡാണ്. which all the components are integrated such as resistors, capacitors, inductors, transistors, IC etc. ഓക്കെ, അതായത് ഈ ഒരു ബോർഡിന് മുകളിൽ കുറേ കാര്യങ്ങൾ അഡീഷണൽ കോമ്പണൻസ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതുപോലുള്ളത് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, IC പോലുള്ള കുറേ കോമ്പണൻസ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇറ്റ് പ്രൊവൈഡ്സ് എക്സ്പാൻഷൻ സ്ലോട്ട് ഫോർ അഡീഷണൽ സർക്യൂട്ട് ബോർഡ്സ്. ഓക്കെ, അഡീഷണൽ സർക്യൂട്ട് ബോർഡ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് അതിനകത്ത് കുറേ സ്ലോട്ട്സുകൾ അഡീഷണൽ ആയിട്ട് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് മദർ ബോർഡ്. ഇതിനകത്ത് കുറേ ഇലക്ട്രോണിക് കോമ്പണൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ കാണുന്നതാണ് പ്രൊസസ്സർ. ഓക്കെ, പിന്നെ കുറേ സ്ലോട്ടുകളാണ്. ഇതൊക്കെ സ്ലോട്ടുകളാണ്, അഡീഷണൽ ആയിട്ട് സർക്യൂട്ട് ബോർഡ്സ് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് കുറേ സ്ലോട്ടുകളാണ്. ഓക്കെ, അതുപോലെ കുറേ പോർട്സും ഉണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് മദർ ബോർഡ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ്. ഓക്കെ, അടുത്തത് പെരിഫറൽസ് ആണ്. എന്താണ് പെരിഫറൽസ്? ദീസ് ആർ അഡീഷണൽ ഡിവൈസസ് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ടു കമ്പ്യൂട്ടർ ടു എൻഹാൻസ് ദി ക്യാപ്പബിലിറ്റീസ്. അതായത് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ഉയർത്തുന്നതിന് വേണ്ടി നമുക്ക് കമ്പ്യൂട്ടറായിട്ട് അഡീഷണൽ കോമ്പണൻസ് നമുക്ക് അല്ലെങ്കിൽ അഡീഷണൽ ഡിവൈസുകൾ നമുക്ക് കമ്പ്യൂട്ടറിനായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത്തരം കോമ്പണൻസ് എല്ലാം നമ്മൾ എന്ത് പറയുന്നത് പെരിഫറൽസ് എന്ന് പറയാം. ഓക്കെ, അത്തരം കോമ്പണൻസ് അല്ലെങ്കിൽ ഡിവൈസുകൾ നമുക്ക് എന്ത് പറയാം പെരിഫറൽസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം വീഡിയോ എടുക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു വെബ് ക്യാം സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യും. അപ്പം അതൊരു പെരിഫറലാണ്. ഇനി നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യണം. അപ്പം നമ്മൾ കീബോർഡ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യും. അപ്പം അത് എന്താണ് പെരിഫറലാണ്. ഓക്കെ, അങ്ങനെ കമ്പ്യൂട്ടറിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളും നമുക്ക് എന്ത് പറയാം പെരിഫറൽസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് വരുന്നത് പോർട്സ് ആണ്. എന്താണ് പോർട്സ്? പോർട്സ് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണക്ടേഴ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു കണക്ട് പെരിഫറൽസ് ടു സിസ്റ്റം. പോർട്സ് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണക്ടേഴ്സ് ആണ്. നമ്മൾ മുകളിൽ പഠിച്ചു പെരിഫറൽസ് എന്താ പഠിച്ചു. ഓക്കെ, ഇത്തരം പെരിഫറൽസ് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറേ കണക്ടേഴ്സ് ഉണ്ട്. ബാക്കിലായിട്ടോ ഫ്രണ്ടിലായിട്ടോ സൈഡിലായിട്ടോ കുറേ കണക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇത്തരം കണക്ടേഴ്സിനെ പറയുന്നതാണ് ഹാർഡ്വെയർ പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിസ്റ്റമായിട്ട് അഡീഷണൽ ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന
കണക്ടേഴ്സിന് പറയുന്ന പേരാണ് പോർട്സ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്സ് ഉണ്ട്. ഇത് ഫസ്റ്റ് വരുന്നത് സീരിയൽ പോർട്ടാണ്. എന്താണ് സീരിയൽ പോർട്ട് നോക്കാം. ഇറ്റ് ട്രാൻസ്മിറ്റ് ദി ഡാറ്റ 1 bit അറ്റ് എ ടൈമിൽ ഒരു ബിറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ വാക്കിംഗ് എന്തായിരിക്കും, വളരെയധികം സ്ലോ ആയിരിക്കും. ഓക്കെ, സോ ആൻഡ് ഇറ്റ്സ് സ്പീഡ് ഈസ് ടു ലോ. ഓക്കെ, നോർമലി നമ്മൾ മൗസ് അല്ലെങ്കിൽ കീബോർഡ് ഒക്കെ കണക്ട് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യുന്നത്, സീരിയൽ പോർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വൺസ് അഗൈൻ സീരിയൽ പോർട്ടിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, 1 bit അറ്റ് എ ടൈമിൽ ഒരു ബിറ്റായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അതുകൊണ്ട് ഇത് സ്പീഡ് കുറവാണ്. മാത്രമല്ല കോമൺ യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ, സീരിയൽ പോർട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ, കീബോർഡ്, മൗസ് ഒക്കെയാണ് നമ്മളിവിടെ കണക്ട് ചെയ്യാം, സീരിയൽ പോർട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പാരലൽ പോർട്ടാണ്. ഇറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് സെവറൽ ബിറ്റ്സ് ഓഫ് ഡാറ്റ അറ്റ് എ ടൈം. ഓക്കെ, ഒരേ സമയം ഒന്നിലധികം ബിറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും ഇതിനകത്ത് പാരലൽ പോർട്ടിനകത്ത്. സോ ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ സീരിയൽ പോർട്ട്. അതുകൊണ്ട് എന്തായിരിക്കും, ഇത് സീരിയൽ പോർട്ടിനെങ്കിലും ഫാസ്റ്റർ ആയിരിക്കും. ഓക്കെ, നോർമലി സാധാരണ നമ്മൾ സ്കാനർ, പ്രിന്റർ ഒക്കെ കണക്ട് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യുന്നത്, പാരലൽ പോർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് നമ്മൾ ഡിഫറൻസ് ഓർത്തിരിക്കുക. സീരിയൽ പോർട്ടിൽ 1 bit അറ്റ് എ ടൈം, പാരലൽ പോർട്ടിൽ സെവറൽ ബിറ്റ് അറ്റ് എ ടൈം. ഓക്കെ, അടുത്തത് USB പോർട്ടാണ്. ഓക്കെ, വളരെയധികം ഫെമിലിയർ ആണ് ഈ USB പോർട്ട്. ഓക്കെ, USB മീൻസ് യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്ന് പറയും. ഓക്കെ, ഇറ്റ്സ് എ ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ പോർട്ട്. വളരെയധികം സ്പീഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടാണ് USB പോർട്ട്. ഇറ്റ് യൂസസ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. എവിടെ യൂസ് ചെയ്യുന്നത്, കുറഞ്ഞ ഡിസ്റ്റൻസ്, ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന USB പോർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്യാൻ യൂസ് ടു കണക്ട് കീബോർഡ്. സാധാരണ നമ്മൾ കീബോർഡ് കണക്ട് ചെയ്യാം, ഫ്ലാഷ് ഡ്രൈവ് കണക്ട് ചെയ്യാം, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഒക്കെ കണക്ട് ചെയ്യാം. ഇതിലൂടെ ഈ USB പോർട്ടിലൂടെ. ഓക്കെ, ഒരുപാട് ഡിവൈസുകൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി USB പോർട്ടിൻ്റെ പ്രത്യേകത, capable of supplying power to external device. ഏത് ഡിവൈസാണോ നമ്മൾ സിസ്റ്റമായി കണക്ട് ചെയ്യുന്നത്, ആ ഡിവൈസ് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് പവർ വേണം. ഓക്കെ, ആ ഡിവൈസിലേക്കുള്ള പവർ നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് സപ്ലൈ ചെയ്യും. ഏത് പോർട്ട്, USB പോർട്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്, capable of supplying power to external device. പുറമെ കണക്ട് ചെയ്യുന്ന ഡിവൈസിലേക്ക് സിസ്റ്റത്തിൽ നിന്ന് സപ്ലൈ എത്തിക്കാൻ ആർക്ക് കഴിയും, USB പോർട്ടിന് സാധിക്കും. ഓക്കെ, ആൻഡ് അടുത്ത പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ്, ക്യാൻ കണക്ട് ആൻഡ് ഡിസ്കണക്ട് ഈവൻ ദി പവർ ഈസ് ഓൺ. സിസ്റ്റം ഓൺ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുക, ഡിസ്കണക്ട് ചെയ്യാം, നോ പ്രോബ്ലം. അതാണ് ഇതിൻ്റെ പ്രത്യേകത, USB പോർട്ടിൻ്റെ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ് ലാൻ പോർട്ടാണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പോർട്ട് എന്ന് പറയും. ഓക്കെ, ഈസ് യൂസ് ടു നെറ്റ്വർക്ക് കണക്ഷൻ. സിസ്റ്റത്തിനെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലാൻ പോർട്ട്. നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന പോർട്ടായിരിക്കും എന്ത്, ലാൻ പോർട്ട് പറയുന്നത്. ഓക്കെ, RJ45 സ്റ്റാൻഡേർഡ് ടൈപ്പ് കണ്ടക്ടർ ഇവിടെ യൂസ് ചെയ്യുന്ന നമ്മൾ ലാൻ പോർട്ടിലാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറ്. ഓക്കെ, ദെൻ PS2 പോർട്ട്, പേഴ്സണൽ സിസ്റ്റം 2 എന്ന് പറയും. ഓക്കെ, ഇറ്റ്സ് ഇൻവെൻറ്റഡ് ബൈ IBM, ഇന്റർനാഷണൽ ബിസിനസ് മെഷീനാണ് എന്ത് ഇൻവെൻറ്റ് ചെയ്ത് നമുക്ക് പരിചയപ്പെടുത്തിയത്, പേഴ്സണൽ സിസ്റ്റം 2 അല്ലെങ്കിൽ PS2 പോർട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, കോമണായി യൂസ് ചെയ്യുന്നത് മൗസ്, കീബോർഡൊക്കെ നമുക്ക് ഇതിലൂടെ കണക്ട് ചെയ്യാൻ പറ്റും, PS പോർട്ടിലൂടെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് സ്ലോ ആയിട്ട് വർക്ക് ചെയ്യും. നെക്സ്റ്റ് ഓഡിയോ പോർട്ട്. ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് ടു ഓഡിയോ ഡിവൈസ് ലൈക്ക് സ്പീക്കർ, മൈക്രോഫോൺ എക്സെട്ര. നമ്മുടെ കയ്യിലെ സ്പീക്കർ, മൈക്രോഫോണൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോർട്ടുണ്ട് ഓഡിയോ പോർട്ട്. ഓക്കെ, ആൻഡ് വീഡിയോ ഗ്രാഫിക് അഡാപ്റ്ററാണ്. ഇറ്റ് ഈസ് എ പോപ്പുലർ ഡിസ്പ്ലേ ഡെവലപ്ഡ് ബൈ IBM and is used to connect a monitor or project. സിസ്റ്റത്തിന് മോണിറ്ററായിട്ടോ പ്രൊജക്ടറായോ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പോർട്ടുണ്ട്. ആ പോർട്ടിനെ പറയുന്ന പേരാണ് വീഡിയോ ഗ്രാഫിക് അഡാപ്റ്റർ പോർട്ട്, VGA പോർട്ട്. ഓക്കെ, സിസ്റ്റം മോണിറ്ററായി കണക്ട് ചെയ്യണം അല്ലെങ്കിൽ സിസ്റ്റം പ്രൊജക്ടറായി കണക്ട് ചെയ്യണം. ഓക്കെ, ആ കണക്ഷൻ ഏതിലൂടെ സാധ്യമാകുന്നത്, VGA പോർട്ടിലൂടെയാണ് സാധ്യമാകുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ HDMI, ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് എന്ന് പറയും. It is used to transmitting high definition video and multi-channel audio over single cable. High definition video ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പോർട്ടാണ് HDMI. ഓക്കെ, മാത്രമല്ല ഇറ്റ് സപ്പോർട്ട്സ് മൾട്ടി ചാനൽ ഓഡിയോ ഓവർ സിംഗിൾ കേബിൾ.
മൾട്ടി ചാനൽ ഓഡിയോസ്, ഒന്നിലധികം ചാനൽ ഓഡിയോ നമുക്ക് സിംഗിൾ കേബിളിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഏത് യൂസ് ചെയ്യണമെങ്കിൽ HDMI യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മുകളിൽ പറഞ്ഞ എല്ലാ പോർട്സും നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, മുകളിൽ കാണുന്ന ഈ 2 പോർട്ടാണ് PS2 പോർട്ട്. കീബോർഡിന് യൂസ് ചെയ്യാം, മൗസിന് യൂസ് ചെയ്യാം. ഓക്കെ, കീബോർഡിന് വയലറ്റ് കളർ, മൗസിന് ഗ്രീൻ കളർ കോമൺ ആയിട്ട് വരുന്നു. ദെൻ USB പോർട്ട്, സൈഡിൽ കടന്ന ഈ സ്ലോട്ട്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു LAN പോർട്ട്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പോർട്ട്, അതാണ് എതർനെറ്റ് പോർട്ട് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു പോർട്ട് വരുന്നത്. ഓക്കെ, ദെൻ സീരിയൽ പോർട്ട്, സാധാരണ നമ്മൾ ഡയലപ്പ് മോഡംസ് ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സീരിയൽ പോർട്ട് യൂസ് ചെയ്യും. ഓക്കെ, മൗസും കണക്ട് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പ്രിന്റർ പോർട്ട്. ഈ പ്രിന്റർ പോർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പാരലൽ പോർട്ട്. ഓക്കെ, പാരലൽ പോർട്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് VGA പോർട്ട്. ഈ പറയുന്ന പോർട്ടിനെ പറയുന്നതാണ് VGA പോർട്ട് എന്ന് പറയുന്നത്. മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നത് പറഞ്ഞ ഓഡിയോ പോർട്സ്, സ്പീക്കർ ഇന്ന്, ലൈൻ ഇന്ന് ആൻഡ് മൈക്രോഫോൺ. സ്പീക്കേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടി, ലൈൻ ഇന്ന് കൊടുക്കാൻ വേണ്ടി, മൈക്രോഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇത്രയാണ് ഓഡിയോ പോർട്ട് വരുന്നത്. ഓക്കെ, പിന്നെ അഡീഷണൽ കുറേ പോർട്സ് വരുന്നത്. ഒരു എക്സാമ്പിളാണ് ജോയ്സ്റ്റിക്ക്, ഗെയിം പോർട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ആണ്. ജോയ്സ്റ്റിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ആണ് ഗെയിം പോർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അഡീഷണൽ ആയിട്ട് വേറെ വരുന്നതാണ് HDMI പോർട്ട്. ഓക്കെ, ഇങ്ങനെ സ്ലോട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് HDMI പോർട്ടാണ്. ഓക്കെ, ഇത്രയാണ് പോർട്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ സ്റ്റുഡൻസ്, നെക്സ്റ്റ് ടോപ്പിക്ക് മെമ്മറിയാണ്. മെമ്മറി നമുക്ക് വളരെയധികം ഫെമിലിയർ ആണ്, ഒരുപാട് കേട്ട് പരിചയമുള്ള ഒരു വേർഡാണ് മെമ്മറി. ഇനി മെമ്മറി എന്താണെന്ന് ഇവിടെ ജസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. മെമ്മറി ഈസ് ദി പ്ലേസ് ടു സ്റ്റോർ ഡാറ്റ, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഇൻഫോർമേഷൻ ടെമ്പററി ഓർ പെർമനന്റ്. അതായത് കമ്പ്യൂട്ടറിനകത്തുള്ള ഡാറ്റ, അതുപോലെ ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ ഇൻഫോർമേഷൻസ് നമുക്ക് പെർമനന്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. ഓക്കെ, അത്തരം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലേസിന് പറയുന്ന പേരാണ് മെമ്മറി. ഓക്കെ, ഇനി മെമ്മറിയെ മെഷർ ചെയ്യാൻ ഡിഫറെന്റ് യൂണിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ആ യൂണിറ്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ ബൈനറി ഡിജിറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ബിറ്റ് എന്ന് പറയും, ഏറ്റവും ചെറിയ യൂണിറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 1 നിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ബിറ്റ്സ് ആണ്. ദെൻ 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിന്റെ ഹയർ വാല്യൂസ്, അതായത് കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, ഗിഗാബൈറ്റ്, ടെറാബൈറ്റ് ആൻഡ് പെറ്റാബൈറ്റ്. ഓക്കെ, 1 പെറ്റാബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1024 ടെറാബൈറ്റ് ആണ്. ഓക്കെ, അതിന്റെ ഹയർ യൂണിറ്റ്സ് ആണ് ഈ വരുന്നത്. ഓക്കെ, അപ്പൊ ആ യൂണിറ്റ്സ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ദി മെമ്മറി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. ഇത് മുൻ ക്ലാസ്സിൽ നമ്മൾ എവിടെയോ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. ഓക്കെ, ഇനി എന്താണ് ഈ പ്രൈമറി മെമ്മറി ജസ്റ്റ് നമുക്ക് നോക്കാം. പ്രൈമറി മെമ്മറി ഈസ് എ സെമി കണ്ടക്ടർ മെമ്മറി. It has high speed and it include mainly 3 types. അതായത് പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെമി കണ്ടക്ടർ മെമ്മറിയാണ്. ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന സെമി കണ്ടക്ടർ മെമ്മറിയാണ് എന്ത്, പ്രൈമറി മെമ്മറി. ഓക്കെ, ഇനി ഇതിനകത്ത് മെയിൻ ആയിട്ട് 3 കാറ്റഗറീസ് ഉണ്ട്. നമുക്കറിയാം റാം, റോം ആൻഡ് ക്യാഷ് മെമ്മറി. റാം മീൻസ് റാൻഡം ആക്സസ് മെമ്മറി, റോം മീൻസ് റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, ദെൻ നെക്സ്റ്റ് അനദർ ക്യാഷ് മെമ്മറിയാണ്. ഓക്കെ, ഇതാണ് പ്രൈമറി മെമ്മറി എന്ന കാറ്റഗറിയിൽ വരുന്ന മെയിൻ 3 മെമ്മറീസ്. വൺസ് അഗൈൻ റാം, റാൻഡം ആക്സസ് മെമ്മറി, സെക്കൻഡ് വൺ റോം, റീഡ് ഓൺലി മെമ്മറി, തേർഡ് വൺ ക്യാഷ് മെമ്മറി. ഓക്കെ, ഇത്രയാണ് പ്രൈമറി മെമ്മറിയിൽ വരുന്ന കാറ്റഗറീസ്. ഓക്കെ, ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്ത് നോക്കാം റാം എന്താണെന്നുള്ളത്. അതായത് റാൻഡം ആക്സസ് മെമ്മറി. ഇമേജ് തന്നിട്ടുണ്ട്, ഇത് നമുക്ക് വളരെയധികം ഫെമിലിയർ ആണ്, ഒട്ടുമിക്ക എല്ലാ ആളുകളും കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി റാമിനെ കുറിച്ചുള്ള സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഓക്കെ, റാം റെഫേഴ്സ് ദി മെയിൻ മെമ്മറി. റാം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, മെയിൻ മെമ്മറി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, റീഡ് ഓർ റൈറ്റ് എനിവേർ. ഇതിന് പ്രത്യേകം എന്താണ്, ഈ മെമ്മറിക്കകത്ത് എവിടെയും നമുക്ക് റൈറ്റ് ചെയ്യാം, എവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, റീഡ് ചെയ്യാം. ദാറ്റ് ഈസ് റാൻഡം ആണ്. ഏത് ലൊക്കേഷൻ നമുക്ക് റൈറ്റ് ചെയ്യാം, ഏത് ലൊക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ സാധിക്കും. അതാണ് റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് എന്താ പറയുന്നത്, ഡാറ്റ വിൽ ബി ലോസ്റ്റ് വെൻ ദി പവർ ഈസ് സ്വിച്ച്ഡ് ഓഫ്. മറ്റൊരു പ്രത്യേകത ഇതെന്താണ്, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ, പവർ ഓഫ് ചെയ്യുമ്പോൾ ഡാറ്റ വിൽ ബി ലോസ്റ്റ് ഫ്രം റാം. ഓക്കെ, അതുകൊണ്ട് റാം ഈസ് എ വോളൈറ്റൽ മെമ്മറി. അതുകൊണ്ട് റാം എന്താണ്, ഒരു വോളൈറ്റൽ മെമ്മറിയാണ്. ഓക്കെ, വൺസ് അഗെയിൻ റാം റെഫേഴ്സ് ദി മെയിൻ മെമ്മറി. റാമിന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന മെയിൻ മെമ്മറി എന്ന പേരിൽ. ഇതിന് പ്രത്യേകം എന്താണ്, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും നമുക്ക് സാധ്യമാണ്. അത് റാൻഡം ആയിട്ടാണ്, എവിടെ റൈറ്റ് ചെയ്യാം, എവിടെ റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഡാറ്റ വിൽ ബി ലോസ്റ്റ് വെൻ ദി പവർ ഈസ് സ്വിച്ച്ഡ് ഓഫ്. പവർ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ റാമിനകത്തുള്ള എല്ലാ ഡാറ്റകളും എന്ത് ചെയ്യും, ലോസ്റ്റ് ആവും. സോ അതുകൊണ്ട് റാമിനെ എന്ത് വിളിക്കുന്ന, വോളൈറ്റൽ മെമ്മറി, നശിക്കാവുന്ന മെമ്മറി എന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് റാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് റീഡ് ഓൺലി മെമ്മറിയാണ്. ഇമേജ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി റീഡ് ഓൺലി മെമ്മറിയെ കുറിച്ചുള്ള നമുക്ക് നോക്കാം. ക്യാൻ പെർഫോം ഓൺലി റീഡ് ദി ഡാറ്റ. ഒറ്റ പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടി മാത്രം. എപ്പോഴോ ഒരു തവണ റൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ റൈറ്റ് ചെയ്ത ഡാറ്റ റീഡ് ചെയ്യാൻ മാത്രമേ പിന്നീട് സാധിക്കുള്ളൂ. അതിനെ പറയുന്നത് റീഡ് ഓൺലി മെമ്മറി. നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. ഓക്കെ, ഇറ്റ്സ് എ നോൺ വോളൈറ്റൽ മെമ്മറി. മറ്റൊരു പോയിന്റ് എന്താണ്, നോൺ വോളൈറ്റൽ മെമ്മറി, അതായത് പെർമനന്റ് മെമ്മറിയാണ്. ഒരിക്കലും എന്താവില്ല, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഡാറ്റ ലോസ്റ്റ് ആവില്ല. അതാണ് റോമിന്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, ഇറ്റ് സ്റ്റോർ ബൂട്ട് ഓഫ് പ്രോഗ്രാംസ് നോൺ ആസ് ബയോസ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അതായത് റോമിനകത്ത് പെർമനന്റ് ആയിട്ട് ഒരു തവണ റൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ റൈറ്റ് ചെയ്ത് എന്തായിരിക്കും, ബൂട്ട് ഓഫ് പ്രോഗ്രാംസ് ആയിരിക്കും. സിസ്റ്റത്തിനെ ബൂട്ട് ചെയ്യാൻ വേണ്ടി, സിസ്റ്റത്തിനെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കും അതിനകത്തുണ്ടായിരിക്കുക, റോമിനകത്തുണ്ടായിരിക്കുക. ഒരു തവണ റൈറ്റ് ചെയ്യും, പിന്നെ നമുക്ക് എത്ര തവണ നമുക്ക് എന്ത് ചെയ്യാം, റീഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത, റോമിന്റെ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇറ്റ് ഈസ് സ്ലോവർ ദാൻ റാം. റാമിനേക്കാളും സ്ലോ ആയിട്ട് എന്ത് വർക്ക് ചെയ്യുള്ളൂ, റോം വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഇത്രയാണ് റോമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, വൺസ് അഗൈൻ ക്യാൻ പെർഫോം ഓൺലി റീഡ് ദി ഡാറ്റ. ഡാറ്റ റീഡ് ചെയ്യാൻ മാത്രമേ അതിനെ കൊണ്ട് സാധിക്കുള്ളൂ. സെക്കൻഡ് വൺ ഈസ് എ നോൺ വോളൈറ്റൽ മെമ്മറി. നശിക്കാത്ത മെമ്മറിയാണ്. ഒരു തവണ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും കാലം വരെ അത് സ്റ്റോർ ചെയ്തോളും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും 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 ഇങ്ങനെ റീഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനകത്ത് എന്താ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, പ്രോഗ്രാംസ്. ഏത് ടൈപ്പ് പ്രോഗ്രാംസ്, ബൂട്ട് അപ്പ് പ്രോഗ്രാംസ്. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ഈസ് സ്ലോവർ ദാൻ റാം. റാമിനേക്കാളും സ്ലോ ആയിട്ട് എന്ത് വർക്ക് ചെയ്യുള്ളൂ, റോം വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഇതാണ് റോമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, നെക്സ്റ്റ് റോമിന്റെ അണ്ടർ ക്ലാസിഫിക്കേഷൻ. റോമിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന പേരിൽ. ഓക്കെ, എന്താണെന്ന് നോക്കാം. ക്യാൻ ബി പ്രോഗ്രാംഡ് ഓൺലി വൺസ് അറ്റ് ദി ടൈം ഓഫ് മാനുഫാക്ചറിങ്. അതായത് അത് ബിൽറ്റ് ചെയ്യുമ്പോൾ, മാനുഫാക്ചർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു തവണ റൈറ്റ് ചെയ്യാം, പിന്നെ നമുക്ക് എന്തേ സാധിക്കുള്ളൂ, റീഡ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. അതായത് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, ഫസ്റ്റ് ടൈമിൽ വരുമ്പോൾ അത് ബ്ലാങ്ക് ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻസ്ട്രക്ഷൻ അതിലേക്ക് ഒരു തവണ റൈറ്റ് ചെയ്യാം. എപ്പോഴ്, മാനുഫാക്ചർ ചെയ്യുന്ന ടൈമിൽ. ഓക്കെ, ഒരു തവണ റൈറ്റ് കഴിഞ്ഞാൽ നമുക്ക് മെനി ടൈംസ് നമുക്ക് എന്ത് ചെയ്യാം, റീഡ് ചെയ്യാൻ സാധിക്കും. അതാണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് EEPROM ആണ്. EEPROM മീൻസ് എറാസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അതായത് പലതവണ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ, അതിനകത്തുള്ള ഡാറ്റ എറൈസ് ചെയ്യാം, വീണ്ടും വീണ്ടും എന്ത് ചെയ്യാം, റീറൈറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് എറാസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. ക്യാൻ ബി എറൈസ്ഡ് യൂസിങ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ. അൾട്രാ വയലറ്റ് റേഡിയേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, മായ്ച്ചു കളയാം. ദെൻ റീറൈറ്റ് ഓൺ ഇറ്റ്. അതിന് മോൾ എന്ത് ചെയ്യാം, വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, എത്ര തവണ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ EEPROM ആണ്. ഇലക്ട്രിക്കലി എറാസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, എന്താ നോക്കാം, ക്യാൻ ബി എറൈസ്ഡ് ആൻഡ് റൈറ്റ് ബൈ ഇലക്ട്രിക്കൽ പവർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മായ്ച്ചു കളയാൻ കഴിയും. വെച്ചാൽ നമുക്ക് അതിന്റെ മുകളിൽ എന്ത് ചെയ്യാം, വീണ്ടും റീറൈറ്റ് ചെയ്യാൻ സാധിക്കും. എന്നൊക്കെ ഇതാണ് EEPROM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൺസ് അഗെയിൻ റീഡ് ഓൺലി മെമ്മറി വീണ്ടും ക്ലാസിഫൈ ചെയ്തു. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, നെക്സ്റ്റ് EEPROM, എറാസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. നെക്സ്റ്റ് വൺ EEPROM, ഇലക്ട്രിക്കലി എറാസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, ഇതാണ് റോമിന്റെ അണ്ടർ ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ റാം ആൻഡ് റോം. നമ്മൾ മോള് പറഞ്ഞാണ് റാം ആൻഡ് റോം തമ്മിലുള്ള ഡിഫറൻസ്, അത് കമ്പയർ ചെയ്യാണ്.
ഓക്കെ. റാം ഫാസ്റ്റർ ദാൻ റോം, റോമിനേക്കാളും സ്പീഡ് കൂടുതലാണ്. റോം ഇറ്റ് ഈസ് സ്ലോവർ, റാമിനേക്കാളും റോം സ്പീഡ് കുറവാണ്. റാം ഇറ്റ് സ്റ്റോർ ദി OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയും ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെയും ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നത്? റാം യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതേസമയം റോമിനകത്ത് എന്തുണ്ടായിരിക്കുക? ഇറ്റ് സ്റ്റോർ ബൂട്ടപ്പ് പ്രോഗ്രാംസ് ആയിരിക്കും അതിനകത്തുണ്ടായിരിക്കുക, റോമിനകത്തുണ്ടായിരിക്കുക. ഓക്കെ. നെക്സ്റ്റ് റാം റീഡ് ആൻഡ് റൈറ്റ് ആണ്. നമുക്ക് റീഡ് ചെയ്യാനും സാധിക്കും, റൈറ്റ് ചെയ്യാനും സാധിക്കും. ബട്ട് റോം റീഡ് ഓൺലി മാത്രമാണ്. ഒരു തവണ റൈറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? റീഡ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മോഡിഫൈ ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ പിന്നീട് സാധിക്കില്ല. അതാണ് റീഡ് ഓൺലി എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് റാം വൊളൈറ്റിലാണ്. നേരത്തെ പറഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഡാറ്റ വിൽ ബി ലോസ്റ്റ്, സോ ഇറ്റ് ഈസ് കാൾഡ് വൊളൈറ്റൽ, നശിക്കാവുന്നത്. ഓക്കെ. അതേസമയം റോം നോൺ വൊളൈറ്റിലാണ്. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഡാറ്റ നശിക്കില്ല, അതിനകത്ത് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. ഇതാണ് റാം ആൻഡ് റോം തമ്മിലുള്ള കമ്പാരിസൺ, ഓർത്തിരിക്കുക. ഓക്കെ. നെക്സ്റ്റ് വൺ ക്യാഷ് മെമ്മറിയാണ്. ഇതാ നോക്കാം. ഇറ്റ് ഈസ് എ സ്മോൾ ഫാസ്റ്റ് മെമ്മറി പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ പ്രൊസസർ ആൻഡ് റാം. ഓക്കെ. പ്രൊസസറിനും റാമിനും ഇടയിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു ഫാസ്റ്റസ്റ്റ് മെമ്മറിയാണ് എന്ത്? ക്യാഷ് മെമ്മറി. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് റാമിൽ നിന്ന് ഡാറ്റ പ്രോസസറിലേക്കും, പ്രോസസറിൽ നിന്ന് ഡാറ്റ വളരെ ഫാസ്റ്റായി റാമിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ. അതിനെ പറയുന്ന പേരാണ് ക്യാഷ് മെമ്മറി. ഓക്കെ. ക്യാഷ് മെമ്മറി ഈസ് എക്സ്പെൻസീവ് ദാൻ റാം. റാമിനേക്കാളും എക്സ്പെൻസ് കൂടുതലാണ് എന്ത്? ക്യാഷ് മെമ്മറി. ഓക്കെ. അപ്പോൾ വൺസ് അഗെയിൻ ക്യാഷ് മെമ്മറി എവിടെ പ്ലേസ് ചെയ്യുന്നത്? ഇൻ ബിറ്റ്വീൻ പ്രൊസസർ ആൻഡ് റാം. ഓക്കെ. അതിനെന്താ എന്ത് പ്ലേസ് ചെയ്യുന്നത്? ക്യാഷ് മെമ്മറി പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡറി അല്ലെങ്കിൽ ആക്സിലറി മെമ്മറിയാണ്. സെക്കൻഡറി സ്റ്റോറേജ്. ഓക്കെ. എന്താണ് അതിന്റെ പ്രത്യേകത നോക്കാം. ഇറ്റ് ഈസ് എ പെർമനന്റ് മെമ്മറി ഓർ നോൺ വൊളൈറ്റൽ. സെക്കൻഡറി മെമ്മറി മീൻസ് എന്താണ്? പെർമനന്റ് മെമ്മറിയാണ്, അതായത് നോൺ വൊളൈറ്റലാണ്, നശിക്കാത്തത്. ഒരിക്കലും നശിക്കില്ല. ഒരു തവണ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് അതേപോലെ കീപ്പ് ചെയ്യാൻ സാധിക്കും. അതാണ് നോൺ വൊളൈറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. ഇറ്റ്സ് എ പെർമനന്റ് മെമ്മറി, സ്ഥിരമായിട്ടുള്ള മെമ്മറിയെ പറയുന്ന പേരാണ് സെക്കൻഡറി മെമ്മറി. ഓക്കെ. നെക്സ്റ്റ് ഇറ്റ് ആൾസോ ആക്ട് ആസ് എ ബാക്കപ്പ്. നമ്മുടെ ഡാറ്റ ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂക്ഷിക്കണം. അപ്പോൾ ബാക്കപ്പ് എടുത്തിക്കാൻ സാധിക്കും. ഇതില് സെക്കൻഡറി സ്റ്റോറേജിനകത്ത്. ഓക്കെ. റാമിലെ ഡാറ്റ പെർമനന്റ് അല്ല, അത് ടെമ്പററി ആണ്. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഡാറ്റ മിസ്സായി പോകും. ഓക്കെ. അപ്പോൾ റാമിലെ ഡാറ്റ മൊത്തം നമുക്ക് എന്ത് ചെയ്യണം? ഫ്യൂച്ചർ യൂസിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമുക്ക് അത് എങ്ങോട്ട് സ്റ്റോർ ചെയ്യാം? സെക്കൻഡറി സ്റ്റോറേജിലേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ. റാമിലെ ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് സെക്കൻഡറി സ്റ്റോറേജ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഫീച്ചർ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ അത് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. റാമിൽ നിന്ന് ഡാറ്റ, ഇൻസ്ട്രക്ഷൻസ്, ഇൻഫോർമേഷൻ ഒക്കെ എങ്ങോട്ട് സ്റ്റോർ ചെയ്യാം? സെക്കൻഡറി മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ബാക്കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡറി സ്റ്റോറേജിന്റെ പ്രത്യേകത ലാർജ് കപ്പാസിറ്റിയാണ്. റാമിനേക്കാളും റോമിനേക്കാളും ക്യാഷ് മെമ്മറിയേക്കാളും ഒരുപാട് ഡാറ്റ, ഒരുപാട് വോളിയം ഓഫ് ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡറി സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ. അതാണ് സെക്കൻഡറി സ്റ്റോറേജിനെ കുറിച്ചുള്ള പറയാനുള്ളത്. ഓക്കെ. ദെൻ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സെക്കൻഡറി സ്റ്റോറേജ് വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മറ്റൊരു ക്ലാസിഫൈ ചെയ്ത പോലെ മാഗ്നറ്റിക്, ഓപ്റ്റിക്കൽ ആൻഡ് സെമി കണ്ടക്ടർ മെമ്മറി. ഓക്കെ. അപ്പോൾ സെക്കൻഡറി സ്റ്റോറേജ് വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തു. മാഗ്നറ്റിക് സ്റ്റോറേജ് മെമ്മറി, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മെമ്മറി ആൻഡ് സെമി കണ്ടക്ടർ സ്റ്റോറേജ് മെമ്മറി. ഓക്കെ. അതിന് വൺ ബൈ വൺ ആയി ഡിസ്കസ് ചെയ്തിട്ടാം ഏതൊക്കെയാണ് വരുന്നത്. ഓക്കെ. ഫസ്റ്റ് മാഗ്നറ്റിക് സ്റ്റോറേജ് ആണ്. ഓക്കെ. ഇറ്റ് ഈസ് എ പ്ലാസ്റ്റിക് ടാപ്പ് ഓർ മെറ്റൽ പ്ലാസ്റ്റിക് ഡിസ്ക് കോട്ടഡ് വിത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽ. ഓക്കെ. ഇതൊന്നുമില്ല, ഒരു പ്ലാസ്റ്റിക് ടാപ്പോ അല്ലെങ്കിൽ മെറ്റൽ പ്ലേറ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡിസ്കോ ഉണ്ടായിരിക്കും. ഓക്കെ. അതിന്റെ മുകളിൽ എന്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും? മാഗ്നറ്റിക് മെറ്റീരിയൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. ഇത്തരം സ്റ്റോറേജ് ഡിവൈസിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് സ്റ്റോറേജ്. അതായത് പ്ലാസ്റ്റിക് ടാപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ മെറ്റൽ ഓർ പ്ലാസ്റ്റിക് ഡിസ്ക് ആയിരിക്കാം. ഇതിന്റെ മുകളിൽ എന്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും? മാഗ്നറ്റിക് മെറ്റീരിയൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റ റീഡ് ചെയ്യാനും ഡാറ്റ റൈറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ. അതിനെ പറയുന്നതാണ് മാഗ്നറ്റിക് സ്റ്റോറേജ് പറയുന്നത്. ഓക്കെ. ഇനി ഈ മാഗ്നറ്റിക് സ്റ്റോറേജ് വീണ്ടും ക്ലാസ് ചെയ്തു. മാഗ്നറ്റിക് ടാപ്പ്, ഹാർഡ് ഡിസ്ക്. ഓക്കെ.
ഇനി എന്താ നോക്കാം, മാഗ്നറ്റിക് ടാപ്പ് എന്താ നോക്കാം. ഇറ്റ് ക്യാൻ സ്റ്റോർ ലാർജ് വോളിയം ഡാറ്റ. ഓക്കെ, ഒരുപാട് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത് മാഗ്നറ്റിക് ടാപ്പ്. ഓക്കെ, മറ്റു പ്രത്യേക ലെസ് കോസ്റ്റ് ആണ്. വളരെ കുറഞ്ഞ അളവിൽ, കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കും ഇതിനകത്ത്, മാഗ്നറ്റിക് ടാപ്പിനകത്ത്. പഴയ കാലത്ത് ഉപയോഗിക്കുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസ്, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ് മാഗ്നറ്റിക് ടാപ്പ്. ഓക്കെ, ഇത് കൺസിസ്റ്റ് ഓഫ് തിൻ ടാപ്പ് കോട്ടഡ് വിത്ത് ഫൈൻ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഒന്നുമില്ല, ഒരു തിൻ ടാപ്പ് ആയിരിക്കും, പ്ലാസ്റ്റിക് ടാപ്പ് ആയിരിക്കും. ഓക്കെ, അതിന്റെ മുകളിൽ എന്ത് പേസ്റ്റിന്റെ ആയിരിക്കും, മാഗ്നറ്റിക് മെറ്റീരിയൽ പേസ്റ്റിന്റെ ആയിരിക്കും. ഈ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ മുകളിലാണ് ഡാറ്റ റൈറ്റ് ചെയ്യുന്നതും അതിന് റീഡ് ചെയ്യുന്നതും. അതിന് സ്പെഷ്യൽ ഹെഡ് ഉണ്ടായിരിക്കും, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സ്പെഷ്യൽ ഹെഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇമേജ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ടാപ്പ്. ഇതിന്റെ മുകളിൽ എന്ത് കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഹാർഡ് ഡിസ്ക് ആണ്. മാഗ്നറ്റിക് സ്റ്റോറേജ് മെറ്റീരിയൽ നെക്സ്റ്റ് വൺ വരുന്നതാണ് ഹാർഡ് ഡിസ്ക് ആണ്, HD എന്ന് പറയും. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെറ്റൽ ഡിസ്ക് കോട്ടഡ് വിത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽ എൻക്ലോസ്ഡ് ഇൻ എ ഡസ്റ്റ് ഫ്രീ കണ്ടെയ്നർ. ഓക്കെ, അതായത് പൊടിപടലിൽ കടക്കാത്ത രീതിയിൽ ക്ലോസ് ചെയ്യപ്പെട്ട ഒരു മെറ്റൽ ഡിസ്ക് ഉണ്ടായിരിക്കും. ആ മെറ്റൽ ഡിസ്കിന് മുകളിൽ എന്ത് കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് എന്ത്, ഹാർഡ് ഡിസ്ക് പറയുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു പ്രത്യേകത ഹാവ് ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി. ഒരുപാട് ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ബട്ട് ലോ ആക്സസ് ടൈം, പക്ഷെ വളരെ സ്ലോ ആയിട്ടാണ് ആക്സസ് നടക്കുകയുള്ളൂ. ഓക്കെ, അതാണ് മറ്റൊരു പ്രോബ്ലം ഹാർഡ് ഡിസ്കിന്റെ. ഓക്കെ, നെക്സ്റ്റ് ലോങ് ലൈഫ് ആൻഡ് ലെസ് എറർ. ഒരുപാട് കാലം നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല എറേഴ്സ്, കംപ്ലൈന്റ്സ് കുറവായിരിക്കും. ഓക്കെ, ദി ഡിസ്ക് ഈസ് പാർട്ടീഷൻ വിത്ത് ട്രാക്ക് ആൻഡ് സെക്ടേഴ്സ്. അതിനകത്ത് ഡിസ്ക് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്, ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ്. ഓക്കെ, ഇതാണ് ഹാർഡ് ഡിസ്ക്. ഓക്കെ, ഇവിടെ ട്രാക്സ് ഉണ്ട്, സെക്ടേഴ്സ് ഉണ്ട്. ഇതാണ് ഡിസ്കിനകത്തുള്ള ഏരിയ. ഓക്കെ, ഇവിടെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനെ പറയുന്നതാണ് ട്രാക്സ്. ഓക്കെ, അതിനകത്തൊരു ചെറിയ പോർഷനുണ്ട്, ഈ രണ്ട് ലൈനിനിടയിൽ വരുന്ന പോർഷൻ, അതിന് പറയുന്നത് സെക്ടർ. ഓക്കെ, അപ്പോൾ ട്രാക്ക് 1, ട്രാക്ക് 2, ട്രാക്ക് 3 അങ്ങനെ പോകുന്നത്. ഓക്കെ, ആ ട്രാക്കിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്ടർ ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഇന്റേണൽ റെപ്രസെന്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഓക്കെ, ഇറ്റ് യൂസസ് ലോ പവേർഡ് ലേസർ ബീം ടു റീഡ് ആൻഡ് റൈറ്റ്. ഇവിടെ യൂസ് ചെയ്യുന്നത് ഡാറ്റ റീഡ് ചെയ്യാനും ഡാറ്റ റൈറ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ പവേർഡ് ലേസർ ബീംസ് ആണ്. ഓക്കെ, നമുക്കറിയാം CD, DVD ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിനകത്ത് വരുന്നതാണ്. ഇവിടെ ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ലേസർ ബീംസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ അലുമിനിയം ഫോയിൽ സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ 2 സർക്കുലർ പ്ലാസ്റ്റിക് ഡിസ്ക്. ഓക്കെ, ഒരു സർക്കുലർ പ്ലാസ്റ്റിക് ഡിസ്കിനിടയിൽ സാൻഡ്വിച്ച് രൂപത്തിൽ ഒരു അലുമിനിയം ഫോയിൽ ഉണ്ടായിരിക്കും. ഈ അലുമിനിയം ഫോയിലിന്റെ മുകളിലാണ് എന്ത്, ഡാറ്റ റൈറ്റ് ചെയ്യുന്നത്. ഇത് സാൻഡ്വിച്ച് രൂപത്തിലായിരിക്കും. ഓക്കെ, നടുവിൽ എന്തുണ്ടായിരിക്കും, അലുമിനിയം ഫോയിൽ ഉണ്ടായിരിക്കും. രണ്ട് സൈഡിൽ എന്തുണ്ടായിരിക്കും, പ്ലാസ്റ്റിക് ഡിസ്ക് ഉണ്ടായിരിക്കും, സർക്കുലർ പ്ലാസ്റ്റിക് ഡിസ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ, ഒരു ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഓക്കെ, ദി ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ പിറ്റ്സ് ആൻഡ് ലൈൻസ്. ഡാറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്, പിറ്റ്സും ലൈൻസും ആയിട്ടാണ്. അതായത് നമ്മൾ ലേസർ ബീം ഇതിലേക്ക് പതിക്കുമ്പോൾ ഈ അലുമിനിയം ഫോയിൽ എന്ത് ചെയ്യും, ബേൺ ചെയ്യും. ബേൺ ചെയ്യുമ്പോൾ അതിനകത്ത് കുറെ ബബിൾസ് ഉണ്ടായിരിക്കും. ബബിൾ ഉയർന്ന ഏരിയ ഉണ്ടായിരിക്കും, ബബിളിന്റെ താഴ്ന്ന ഏരിയ ഉണ്ടായിരിക്കും. ഓക്കെ, ഡാറ്റ റൈറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പിറ്റ്സും ലാൻഡ്സ് എന്ന രീതിയിൽ അതിനിങ്ങനെ കുറെ ബബിൾസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഇമേജ് പറയുന്നുണ്ട് എന്താണ് പിറ്റ്സ് ആൻഡ് ലാൻഡ്സ്. ഓക്കെ, ഇതാണ് ഡിസ്ക്. ഓക്കെ, ഈ ഡിസ്കിൽ നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ, ബേൺ ചെയ്യുമ്പോൾ കുറെ ബബിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, ബബിൾസ് ഉയർന്ന ഏരിയ ഉണ്ടായിരിക്കും, താഴ്ന്ന ഏരിയ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ താഴ്ന്ന ഏരിയ പറയുന്ന പേരാണ് പിറ്റ്സ്. ഓക്കെ, ഉയർന്ന ഏരിയ പറയുന്ന പേരാണ് ലാൻഡ്സ്. ഈ രീതിയിലായിരിക്കും എന്ത്, ഡിസ്കിൽ ഡാറ്റ റൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഈ പിറ്റ്സ് ആൻഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യുന്ന എന്തിനനുസരിച്ചായിരിക്കും, എന്ത് ഡാറ്റയാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നതനുസരിച്ച് ഉയർച്ച താഴ്ച ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഉയർച്ച താഴ്ചയെ പറയുന്ന പേരാണ് പിറ്റ്സ് ആൻഡ് ലൈൻസ്. ഓക്കെ, പിറ്റ്സിന് നമ്മൾ 0 റെപ്രസെന്റേഷൻ എന്ന് പറയും, അതായത് താഴ്ന്ന പ്രദേശം. ഓക്കെ, ലാൻഡ്സ് നമ്മളെന്ന് പറയുന്നു 1 റെപ്രസെന്റേഷൻ വരും. ഓക്കെ, അത് പറയുന്നത് ഉയർന്ന പ്രദേശം, ലാൻഡ്സ് എന്ന് പറയും. ഓക്കെ,
ഇനി മറ്റു പറഞ്ഞാണ് ഇറ്റ് ഈസ് വെരി ചീപ്പ് ആൻഡ് പോപ്പുലർ സെക്കൻഡറി സ്റ്റോറേജ്. വളരെ വില കുറഞ്ഞ സാധനമാണ്. മാത്രമല്ല പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന സെക്കൻഡറി സ്റ്റോറേജ് ആണ് എന്ത്? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്. ഓക്കെ, ഇനി അതിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം. കോമ്പാക്ട് ഡിസ്ക് CD സാധാരണ നമ്മൾ ഫെമിലിയർ ആണ്. കപ്പാസിറ്റി 700 MB ആണ്. റെഡ് ലേസർ ബീമാണ് യൂസ് ചെയ്യുന്നത് റൈറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് ക്യാൻ ബി റിട്ടൺ വൺസ് ആൻഡ് റീഡ് മെനി ടൈം. ഒരു തവണ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തവണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, മറ്റൊരെണ്ണം ഒപ്റ്റിക്കൽ സ്റ്റോർ ഡിവൈസിൽ വരുന്നതാണ് DVD ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. അത് നമുക്ക് ഫെമിലിയർ ആണ്. സിമിലർ ടു CD ആണ്, ബട്ട് ഹയർ കപ്പാസിറ്റി ആയിരിക്കും. CD-നേക്കാളും ഹയർ കപ്പാസിറ്റി ആയിരിക്കും അതിനകത്ത് വരുന്നത് DVD-ക്ക് വരുന്നത്. കപ്പാസിറ്റി വാരി ഫ്രം 4.37 GB ടു 15.9 GB വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ബ്ലൂറേ DVD ആണ്. ഓക്കെ, DVD-യുടെ പ്രത്യേകത, ഈ DVD പ്രത്യേകത യൂസ് ചെയ്യുന്ന ലേസർ ബീമിനനുസരിച്ചാണ്. ബ്ലൂ വയലറ്റ് ലേസർ ബീമാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം DVD റൈറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് റെഡ് ലേസർ ബീമാണ്. ഇവിടെ യൂസ് ചെയ്യുന്നതാണ് ബ്ലൂ വയലറ്റ് ലേസർ ബീമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് അതിന്റെ പേര് വന്നിരിക്കും ബ്ലൂറേ DVD എന്ന് പറഞ്ഞത്. ഓക്കെ, ഹൈ ഡെഫിനിഷൻ വീഡിയോസ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എന്ത് യൂസ് ചെയ്യുന്നത്? ബ്ലൂറേ DVD നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്യാൻ സ്റ്റോർ മോർ ദാൻ ഡാറ്റ CD ആൻഡ് DVD. ഓക്കെ, CD-യെക്കാളും DVD-യെക്കാളും ഒരുപാട് ഡാറ്റ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ബ്ലൂറേ DVD-ക്കകത്ത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സെമി കണ്ടക്ടർ സ്റ്റോർ ഡിവൈസുകളാണ്. ഓക്കെ, മറ്റൊരു പേര് ഫ്ലാഷ് മെമ്മറിയാണ്. ഓക്കെ, എന്താ നോക്കാം. ഇറ്റ് യൂസസ് EEPROM ചിപ്പ് ഫോർ ഡാറ്റ സ്റ്റോറേജ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് IC ചിപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ IC ചിപ്പിലെ പ്രത്യേകത EEPROM ആണ്. മീൻസ് നമുക്കറിയാം ഇലക്ട്രിക്കലി എറാസബിൾ പ്രോഗ്രാമർ റീഡ് ഓൺലി മെമ്മറി എന്ന ഒരു ചിപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സെമി കണ്ടക്ടർ സ്റ്റോർ ഡിവൈസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡു നോട്ട് കണ്ടെയ്ൻ എനി മൂവിംഗ് പാർട്സ് ആൻഡ് ദേ ആർ ഷോക്ക് പ്രൂഫ്. അതായത് ഹാർഡ് ഡിസ്കിനെ പോലെ ഫ്ലോപ്പി ഡിസ്കിനെ പോലെ മൂവിംഗ് പാർട്സ് എവിടെയില്ല, ഈ സെമി കണ്ടക്ടർ സ്റ്റോർ ഡിവൈസിനകത്തില്ല. അതുകൊണ്ട് ഇത് ഷോക്ക് പ്രൂഫ് ആണ്. ഹാർഡ് ഡിസ്ക് ആണെന്ന് നമുക്ക് കറക്കണം. ഓക്കെ, ഒപ്റ്റിക്കൽ ഡിസ്ക് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? അതിനെ കറക്കണം. അപ്പൊ അവിടെ എന്തുണ്ടായിരിക്കും? മൂവിംഗ് പാർട്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ ഹെഡ് വേണം. ആ ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണം. അതുപോലെ എന്ത് ചെയ്യണം? ഒരേ സമയം ഡിസ്കിനെ റൊട്ടേറ്റ് ചെയ്യും വേണം. അപ്പൊ അവിടെ മൂവിംഗ് പാർട്സ് കൂടുതലായിരിക്കും. അതിനകത്ത് ഹാർഡ് ഡിസ്കിനകത്തും ഫ്ലോപ്പി ഡിസ്കിനകത്തും മാഗ്നറ്റിക് ഡിസ്കിനൊക്കെ. ഓക്കെ, പക്ഷെ ഇവിടെ എന്തില്ല? മൂവിംഗ് പാർട്സ് ഇല്ല. അതുകൊണ്ട് ഷോക്ക് പ്രൂഫ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഫാസ്റ്റർ ആൻഡ് ഡ്യൂറബിൾ ദാൻ അതർ സെക്കൻഡറി സ്റ്റോറേജ്. വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. മാത്രമല്ല ഡ്യൂറബിൾ ആണ്. ഒരുപാട് കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിനേക്കാളും സെക്കൻഡറി സ്റ്റോറേജ് ആയ മറ്റുള്ള ഇതിനേക്കാളും. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത. സെമി കണ്ടക്ടർ സ്റ്റോർ ഡിവൈസിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി അതിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം. USB ഫ്ലാഷ് ഡ്രൈവ് വളരെയധികം ഫാമിലിയർ ആണ്. പോർട്ടബിൾ ആണ്, റീറൈറ്റബിൾ ആണ്, ഹൈ കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇമേജ് തന്നിട്ടുണ്ട് നമുക്കറിയാം. നെക്സ്റ്റ് ഫ്ലാഷ് മെമ്മറി കാർഡ്, അത് നമുക്ക് ഫാമിലിയർ ആണ്. ഓക്കെ, ഇതൊക്കെ സെമി കണ്ടക്ടർ സ്റ്റോറേജ് ഡിവൈസുകളാണ്. ഓക്കെ, ഓക്കെ, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പോയിന്റ് ആണ് മെമ്മറി പിരമിഡ് ബേസ്ഡ് ഓൺ സ്പീഡ് ആൻഡ് സൈസ്. മെമ്മറിയുടെ സ്പീഡ്, വർക്കിംഗ് സ്പീഡിനനുസരിച്ച്, അതുപോലെ മെമ്മറിയുടെ സ്റ്റോറിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് അതിന് ഓർഡർ ആക്കിയിട്ടുണ്ട്. ആ ഓർഡറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് സ്പീഡ്, വർക്കിംഗ് സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. സൈസ് അതിന് സ്റ്റോറിംഗ് കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ സ്പീഡിനനുസരിച്ച് ഏറ്റവും കൂടുതൽ സ്പീഡിൽ വർക്ക് ചെയ്യുന്നത് റേഷൻ മെമ്മറിയാണ്. ദെൻ നെക്സ്റ്റ് വർക്ക് ചെയ്യുന്നത് ക്യാഷ് മെമ്മറിയാണ്. ദെൻ നെക്സ്റ്റ് വർക്ക് ചെയ്യുന്നത് റാം മെമ്മറിയാണ്. ദെൻ ലാസ്റ്റ് വർക്ക് ചെയ്യുന്നതാണ് ഹാർഡ് ഡിസ്ക് ആണ്. ഓക്കെ, ഇതിൽ ഏറ്റവും സ്ലോ ആയി വർക്ക് ചെയ്യുന്നത് ഹാർഡ് ഡിസ്കും ഏറ്റവും ഹൈ ആയി വർക്ക് ചെയ്യുന്നത്, ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുന്നത് റേഷൻ മെമ്മറീസ് ആയിരിക്കും. ഓക്കെ, അതാണ് സ്പീഡിന്റെ ബേസ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി കപ്പാസിറ്റി, സ്റ്റോറിംഗ് കപ്പാസിറ്റി, സൈസിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ളത് ഹാർഡ് ഡിസ്കിനായിരിക്കും. ഓക്കെ, ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിരിക്കും ഹാർഡ് ഡിസ്കിനായിരിക്കും. ദെൻ നെക്സ്റ്റ് റാം മെമ്മറിക്കായിരിക്കും അടുത്ത കപ്പാസിറ്റി ഉണ്ടായിരിക്കും, സ്റ്റോറിംഗ് കപ്പാസിറ്റി. ദെൻ നെക്സ്റ്റ് അടുത്ത സ്റ്റോറിംഗ് കപ്പാസിറ്റി ആർക്കാണ്? ക്യാഷിനാണ്. ഓക്കെ, ലാസ്റ്റ് ഏറ്റവും കുറഞ്ഞ സ്പേസ് ആർക്കുണ്ടായിരിക്കും? റേഷൻ മെമ്മറിക്ക് ഉണ്ടായിരിക്കുമല്ലോ. ഇതാണ് നമ്മൾ ഇത്രയും പഠിച്ച മെമ്മറിയുടെ സ്പീഡിനെ ബേസ് ചെയ്തിട്ടും അതിന്റെ സൈസിനെ ബേസ് ചെയ്തിട്ടുള്ള അറേഞ്ച്മെന്റ്സ്. ഓക്കെ, ഓർത്തിരിക്കുക.